ഭൂമിയിലുള്ളതെല്ലാം തന്നെ വെട്ടിപ്പിടിച്ച് പരസ്പരം മത്സരിച്ച് ജയങ്ങളും പരാജയങ്ങളും എല്ലാം മാറി മാറി വരുമ്പോഴും ജീവന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ലാതെ ജീവിച്ച് നേടിയതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പുതുതലമുറയ്ക്ക് ഒരു പാഠമായിട്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയ ഫ്രഞ്ച് ജനതയുടെ അഭിമാനമാണെന്ന് വിശേഷിപ്പിക്കാവുന്ന പാരീസ് നഗരം. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടങ്ങളായ മധ്യകാലഘട്ടത്തിലെയും ഫ്രഞ്ച് വിപ്ലവ കാലത്തിലെയും അസാധാരണവും നടുക്കുന്നതുമായ ഓർമ്മകളുടെ മറയ്ക്കാനാവാത്ത രക്തക്കറയുടെ ചരിത്രം പറയുന്ന കൺസിയർജറി. യാതനയുടെയും കലാപങ്ങളുടെയും 1000 കഥകൾ പറയുവാനുള്ള പാരീസ് നഗരം നൂറ്റാണ്ടുകളുടെ ചരിത്രം പുതുതലമുറകളിലേക്കും പകർന്നു നൽകുന്നതിനായി വളരെ നന്നായി തന്നെ ഓരോ ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നു. പാരീസിന്റെ ഹൃദയഭാഗത്ത് തന്നെ സെയിൻ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതുമായ കൺസിയർജറി പാലസ് ഡി ലാ സിറ്റിയുടെ ഒരു ഭാഗമാണ്. ആദ്യകാലത്ത് ഫ്രാൻസിലെ രാജാക്കന്മാരുടെ വസതിയും അധികാര കേന്ദ്രമായ പാർലമെന്റും കൂടിയായിരുന്നു ഈ കൺസിയർജറി. പിന്നീട് 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇവിടം പൂർണ്ണമായും വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന ജയിലായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് മേരി അന്റോണറ്റ് ഉൾപ്പെടെ 2780 തടവുകാരെ തടവിലാക്കുകയും വിചാരണ ചെയ്യുകയും പിന്നീട് ഗില്ലറ്റൈൻ ഉപയോഗിച്ച് വധിക്കുകയും ചെയ്തത് ഇവിടെയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഇടമാണ് പാലസ് ഡി ലാ സിറ്റിയും കൺസിയർജറിയും. 1788 മെയ് 5 പാരീസ് പാർലമെന്റ് ഗ്രേറ്റ് ഹാളിൽ കൂടിയപ്പോൾ രാജാവിന്റെ ഉത്തമ അനുയായികളായ 2 മെമ്പർമാരെ ചോദ്യം ചെയ്യുവാനായി വിട്ടു നൽകണമെന്ന വിപ്ലവകാരികളുടെ ആവശ്യം രാജാവ് നിരസിക്കുകയും വിപ്ലവകാരികൾ അവിടെ നിന്നും പുറത്തു പോകുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. പിന്നീട് വിപ്ലവം അതിരൂക്ഷമായപ്പോൾ പാർലമെന്റ് തന്നെ ഒട്ടും ജനപ്രിയമല്ലാതായി തീരുകയായിരുന്നു. 1790 പുതിയ ഭരണഘടനാ അസംബ്ലി ഈ പാർലമെന്റ് പിരിച്ചുവിടുകയും പാലസ് ഡി ലാ സിറ്റിയുടെ ഗേറ്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നീട് 1792 ഓഗസ്റ്റ് 10 ട്യൂലറീസ് കൊട്ടാരം പിടിച്ചെടുക്കുകയും ഗവൺമെന്റിന്റെയും കൺസിയർജറിയുടെയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ വീണ്ടും ഈ വിപ്ലവ തീവ്രവാദികൾ നഗരത്തിലെ ജയിലുകളിൽ പ്രവേശിച്ച് 4 ദിവസത്തിനുള്ളിൽ 13,000-ത്തിലധികം തടവുകാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇതിൽ പുരോഹിതന്മാർ വരെ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. 1793 സെപ്റ്റംബറിൽ ഭീകരത അതിരൂക്ഷമാവുകയും മോണ്ടാഗ്നാർഡ്സ് നിയന്ത്രിക്കുന്ന ദേശീയ കൺവെൻഷൻ ഒരു നിയമം പാസാക്കുകയും ചെയ്തു. അതുപ്രകാരം റിപ്പബ്ലിക്കിന്റെ പ്രതിവിപ്ലവകാരിയോ ശത്രുവോ ആയി കരുതുന്ന ഏതൊരാളും രാജ്യദ്രോഹത്തിന് കുറ്റക്കാരാണെന്നും അതിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവരാണെന്നും ഈ നിയമം പ്രഖ്യാപിച്ചു. ട്രൈബ്യൂണലിൽ 5 ജഡ്ജിമാരും തെരഞ്ഞെടുക്കപ്പെട്ട 12 ജൂറി അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ട്രയലുകളെല്ലാം തന്നെ വളരെ വേഗത്തിലായിരുന്നു. ഏതെങ്കിലും ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിനെതിരെ അപ്പീൽ പോകുവാൻ പോലും സാധ്യമല്ല. പ്രതിമാസ വധശിക്ഷയുടെ എണ്ണം 11 നിന്നും 124 വർദ്ധിപ്പിച്ചു. 1792 ഓഗസ്റ്റ് 3 മേരി ആന്റോണറ്റ് രാജ്ഞിയെ അറസ്റ്റ് ചെയ്യുകയും അവളെ കുടുംബത്തോടൊപ്പം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു. 1792 ഡിസംബർ 3 ഡിസംബർ 26 ഇടയിൽ രാജാവിനെ വിചാരണ ചെയ്യുകയും 1793 ജനുവരി 21 വധിക്കുകയും ചെയ്തു. 1793 ഓഗസ്റ്റിൽ രാജ്ഞിയെ കൺസിയർജറിയിലേക്ക് മാറ്റുകയും അവിടുത്തെ ഒരു ഇടുങ്ങിയ ഒറ്റമുറിയിൽ കൂട്ടിയിടുകയും ചെയ്തു. ഒക്ടോബർ 12 അവളെ അവളുടെ സെല്ലിൽ ചോദ്യം ചെയ്യുകയും 3 കുറ്റകൃത്യങ്ങൾ ചുമത്തുകയും ചെയ്തു. ഓസ്ട്രിയയുമായിട്ടുള്ള ഒത്തുകളി, അമിത ചിലവ്, വിപ്ലവത്തെ എതിർക്കുക എന്നിവയായിരുന്നു അത്.
41 സാക്ഷികൾ മൊഴി നൽകിയ വിചാരണ 2 ദിവസം നീണ്ടുനിന്നു. അവസാനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾക്കും വധശിക്ഷ വിധിക്കപ്പെട്ടു. 1793 പാരീസ് പാർലമെന്റിൽ ഒരു വിപ്ലവ കോടതി സ്ഥാപിക്കുന്നതും സാലെ ഡി ലാ ലിബർട്ടെ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടതും. പിന്നീട് നടന്നത് ശരിക്കും ഒരു കിരാതവാഴ്ച തന്നെയായിരുന്നു. റിപ്പബ്ലിക്കിന്റെ ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യുവാനായി ഉത്തരവിട്ടു. തുടർന്ന് പാരീസിലെ മറ്റ് ജയിലുകളിലെയും മറ്റ് പ്രവിശ്യ ജയിലുകളിലെയും കോടതിയിൽ ഹാജരാക്കേണ്ടതായ എല്ലാ വിചാരണ തടവുകാരെയും കൺസിയർജറിയിലേക്ക് മാറ്റി. അതിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന അന്റോയിൻ ലാവോസിയറും പ്രശസ്ത പോയറ്റ് ആൻഡ്രേ ചേനിയറും ഉൾപ്പെട്ടിരുന്നു. വളരെ വൃത്തിഹീനമായ ജയിലറകളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും കുത്തി നിറച്ചാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. അതിൽ പലരെയും വിചാരണ പോലും കൂടാതെ ഗില്ലറ്റൈൻ ഉപയോഗിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. മരണത്തിലേക്കുള്ള സ്വീകരണ മുറിയെന്നും ജീവനുള്ള നരകം എന്നും ഇവിടം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു.